ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോനായുടെ പ്രസംഗം കേട്ട് 1,00,000-ൽ-പരം ജനങ്ങളും അനേക ജീവികളും രക്ഷപ്പെട്ടതുപോലെ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ അനേകർ വചനം കേട്ട് വിശ്വസിച്ചവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സ്നാനമേറ്റു അവരോട് ചേർന്നു. അത് അധികം ഉറപ്പാക്കുവാൻ വചനം എഴുതി നമ്മുടെ ഭാഷകളിൽ നമുക്ക് ലഭിച്ചു. അത് നമ്മുടെ രക്ഷയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 40-42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്നു, ഇതാ ഇവിടെ യോനയിലും വലിയവൻ. അവനെ കണ്ടവരോടും അവനെ കേട്ടവരോടും താൻ മശിഹ ആണെന്ന് വിശ്വസിക്കുവാൻ പറയുന്നു. ലൂക്കാസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 29-32 വരെ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ. യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് നിനവേക്കാർ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചെങ്കിൽ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് വന്ന് സാക്ഷാൽ ദൈവവും മനുഷ്യനുമായ രക്ഷകനെ വിശ്വസിക്കുന്നവർക്ക് എത്ര കരുണ ലഭിക്കുന്നു, രക്ഷ ഉറപ്പാക്കുന്നു. ദൈവം വീണ്ടും തൻ്റെ കേൾവിക്കാരോട് പറയുന്നു, പാപവഴികളെ വിട്ട് നിത്യജീവനിലേക്ക് തിരിയുക. ഈ വചനങ്ങൾ ഇന്നും വായനക്കാരോട് ആ അർത്ഥത്തിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഫിലിപ്പിയർ 2:9. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ പിതാവിനെ അനുസരിച്ച് രക്ഷാകർമ്മം പൂർത്തിയാക്കിയൊരു കർത്താവിനെ നമുക്ക് കാണാം. എന്നാൽ മരണത്തെ ജയിച്ചവനായി അവിടുന്ന് 3-ാം ദിവസം ഉയർത്ത് സ്വർഗത്തിൽ വസിക്കുന്നു. വീണ്ടും വന്ന് നമ്മെ ചേർത്ത് കൊള്ളാം എന്ന വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടോടാം. ഇവിടെ താഴ്മയും വിനയവുമുള്ള കർത്താവിനെ നമുക്ക് കാണാം. റോമർ 1:16. രക്ഷിക്കപ്പെട്ടവരായ നമുക്ക് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യ യഹൂദനും പിന്നെ യവനനും ആത്മരക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നിനവേക്കാർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട് വിശ്വസിച്ചു. ദൈവം അവർക്ക് അനർത്ഥമൊന്നും വരുത്തിയില്ല. നമ്മൾ രക്ഷയുടെ സുവിശേഷം കേട്ടു വിശ്വസിച്ചു നിത്യശിക്ഷാവിധിയിൽ നിന്നും വിമുക്തരായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ പരിശോധിക്കാം, കുറവുകളെ കണ്ടെത്താം, നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കി ദൈവത്തോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അനേകരെ വചനം കേൾപ്പിക്കാൻ ശ്രമിക്കാം, ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു പഠനം തയ്യാറാക്കുവാൻ എന്നെ സഹായിച്ച മഹാകാരുണ്യവാനായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരു പഠനം തയ്യാറാക്കുവാൻ എനിക്ക് പ്രേരണ കിട്ടിയത് കഴിഞ്ഞ വർഷം സഹോദരിയിലെ ബൈബിൾ സ്റ്റഡി ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോൾ 2024 കഥാപാത്ര പഠനം സഹോദരിമാരെ ഏൽപ്പിച്ചപ്പോൾ ഞാനും ആ ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റു. പക്ഷേ ഓരോ സഹോദരിമാരും കഥാപാത്ര പഠനം അവതരിപ്പിച്ചപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പ്രിയ സഹോദരിമാരെ, ഒരു വർഷം എനിക്ക് കിട്ടിയെങ്കിലും വളരെ കുറച്ച് സമയം മാത്രം പ്രയോജനപ്പെടുത്തിയുള്ളൂ. യോനായുടെ പുസ്തകം പല പ്രാവശ്യം വായിക്കുകയും NIV സ്റ്റഡി ബൈബിൾ റെഫർ ചെയ്യുകയും ചെയ്തു. എനിക്ക് കിട്ടിയത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, തിരുത്തണം എന്നുള്ള അപേക്ഷയോടെ.